ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇപ്പോൾ 200 കോടി കഴിഞ്ഞിരിക്കുകയാണ്. ലോകയിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു വലിയ ഫാക്ടർ തന്നെയാണ് ആ ഒരു ചിത്രത്തിലെ സെലിബ്രിറ്റി ക്യാമിയോസ്. ടൊവിനോയുടെയും ദുൽഖറിൻ്റെയും ക്യാമിയോകൾ മാത്രമല്ലാതെ ഒരു മിന്നായം പോലെ കടന്നുപോയ കുറച്ചധികം ക്യാമിയോകളും ലോകയിലുണ്ടായിരുന്നു. ടൊവിനോയുടെയും ദുൽഖറിൻ്റെയൊക്കെ ക്യാമിയോക്ക് ഒരു നല്ലൊരു വ്യക്തത ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും സൗബിൻ്റെയും ബാലു വർഗീസിൻ്റെയും അഹാന കൃഷ്ണയുടെയൊക്കെ ക്യാമിയോയെ പറ്റി നമുക്ക് വലിയൊരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. ദുൽഖറിൻ്റെ കഥാപാത്രം ലോക യൂണിവേഴ്സിലെ ചാർലി എന്നു പേരുള്ള ഒരു ഒടിയൻ കഥാപാത്രമാണെന്നും എന്നാൽ അതേസമയം ടൊവിനോയുടെ കഥാപാത്രം മിഖായേൽ എന്നു പേരുള്ള ഒരു ചാത്തനാണെന്നും കൺഫേം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ടൊവിനോയുടെ കഥാപാത്രത്തിൻ്റെ മുഖസാദൃശ്യമുള്ള ആൾമോസ്റ്റ് 490ഓളം ചാത്തന്മാരുണ്ടെന്നും നമുക്ക് സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കടമറ്റത്ത് കത്തനാറിൻ്റെ വേഷം അണിഞ്ഞുകൊണ്ട് സണ്ണി വെയിനും ഫേസ് റിവീൽ ചെയ്യാത്ത ഒരു വൺ എബോ ആളെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ചിത്രത്തിലെ മൂത്തോൻ മമ്മൂട്ടിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് ദുൽഖർ സൽമാൻ തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ റിവീൽ ചെയ്തതാണ്. നസ്ലൻ്റെ സണ്ണി എന്ന കഥാപാത്രത്തെയും കല്യാണിയുടെ നീലി അഥവാ ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തെയും വാണ്ടഡ് ക്രിമിനൽസായി പ്രഖ്യാപിക്കുമ്പോൾ അത് പല സ്ഥലത്തിരുന്ന് കാണുന്നതായിട്ടാണ് ഈ ഒരു ക്വിക്ക് ക്യാമിയോസൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്വിക്ക് ക്യാമിയോസിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ഒരു സിനിമയുടെ റൈറ്ററായിട്ടുള്ള ശാന്തി ബാലചന്ദ്രൻ്റെ ഒരു ക്യാമിയോ ആണ്. ഒരു TV ഷോപ്പിൽ കുറേയധികം TVകളിലൂടെ ഈ ഒരു ന്യൂസ് കാണിക്കുന്ന ശാന്തിയെയാണ് ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അഹാനയെ കാണിക്കുന്നുണ്ട്. അഹാന ഫോൺ വഴി ഇതൊരു കോഫി ഷോപ്പിലിരുന്ന് കാണുന്ന പോലെയാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നീട് ബാലു വർഗീസിനെയും സൗബിനെയും ഒരു ഫ്രെയിമിൽ തന്നെയാണ് കാണിക്കുന്നത്. അവരൊരു ഗ്യാരേജ് പോലൊരു സെറ്റപ്പിൽ ഇരുന്ന് എന്തോ ബിൽഡ് ചെയ്യുന്ന പോലെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഇവരൊക്കെ ഈ ഒരു ലോക യൂണിവേഴ്സിലെ എന്ത് ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണെന്നാണ്. അപ്പോൾ ഇവരൊക്കെ വാമ്പയേഴ്സ് ആണെങ്കിൽ, ഇവരൊക്കെ നീലിയെപ്പോലെ വാമ്പയേഴ്സ് ആണെങ്കിൽ ഇവർ പകൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് മേ ബി ഇവർ ഫ്ലഷ് ബ്ലഡഡ് ആയിരിക്കാം. ഈ ഒരു ഫ്രഷ് ബ്ലഡഡ് ആയിട്ടുള്ള വാമ്പയേഴ്സിന് ആദ്യത്തെ ഒരു തുടക്കത്തെ വർഷങ്ങളിലൊക്കെ ഈ ഒരു പകലൊക്കെ ഈസി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ലോകയിലൂടെ കണ്ടതാണ്. ഒന്നെങ്കിൽ അവർ ഈ ഇടയ്ക്ക് വാമ്പയേഴ്സ് ആയിട്ടുള്ള ഫ്രഷ് ബ്ലഡഡ് വാമ്പയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ മാടൻ, മറുത തുടങ്ങിയ ക്യാരക്ടേഴ്സ് ആകാനുള്ള ചാൻസുകളുണ്ട്. പക്ഷേ അതൊക്കെ വളരെ കുറവാണ്. എങ്കിലും ഇത് പറയാൻ കാരണം കത്തനാറിൻ്റെ ക്യാരക്ടർ സണ്ണി വെയിൻ ചെയ്യുന്ന കത്തനാർ പറയുന്നുണ്ട് ചാത്തൻ പോലെയുള്ള മറ്റ് സ്പീഷീസുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. സോ മേ ബി ഇത് മാടൻ മറുതയൊക്കെ ആവാം. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് എന്നാൽ ഇഷ്താർ നിർമ്മിച്ച ഒരു വൈറസ് മൂലമാണ് ഇവർ വാമ്പയേഴ്സായി മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ സൗബിൻ തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ ചിലപ്പോൾ വില്ലൻ സൈഡിലായിരിക്കാം. ഈ ഇഷ്താർ എന്ന് പറയുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഇഷ്താറാണ് ഈ ഒരു ലോക യൂണിവേഴ്സിലെ മൂത്തോൻ എന്ന ക്യാരക്ടറിൻ്റെ റൈവൽ, അതായത് വില്ലൻ സ്റ്റേജിൽ എത്താൻ പോകുന്നത് ഇഷ്താറാണ്. പിന്നെ ഫൈനൽ ബോസായിട്ട് മൂത്തോൻ്റെ ഒരു ഫേസ് ഒന്നും നമുക്ക് ലോക ചാപ്റ്റർ 1 കാണിക്കുന്നുണ്ടില്ല എങ്കിൽ പോലും തുടർന്നുള്ള സിനിമകളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. സോ ഇഷ്താർ പുറപ്പെടുവിക്കുന്ന ഒരു വൈറസ് മൂലം വാമ്പയറായി മാറുന്ന ഒരാളാണ് കള്ളിയങ്കാട്ട് നീലി അഥവാ ചന്ദ്ര എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് സിനിമയിലൂടെ. പക്ഷേ സൗബിൻ്റെ കാര്യമൊന്നും സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഈവിൽ സൈഡിലായിരിക്കാം. നീലി ഒരു വാമ്പയർ ആയപ്പോൾ നീലി ആ ഒരു റൈറ്റ് പാത്താണ് ചൂസ് ചെയ്തെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ വാമ്പയർ ആകുമ്പോൾ ചിലപ്പോൾ വില്ലൻസായി മാറുകയായിരിക്കാം നമുക്ക് തുടർന്നുള്ള സിനിമകളിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും നീലിയെ പോലെ ആ ഒരു റൈറ്റ് പാത്ത് ചൂസ് ചെയ്യണമെന്നില്ല. നമ്മളത് ഈ ഒരു ചാപ്റ്റർ 1 കണ്ടതാണ്. ആൻഡ് സൗബിൻ്റെയൊക്കെ ഒരു മുഖത്തൊരു ആങ്കർ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഇഷ്താറിൻ്റെ സോൾജേഴ്സായിട്ടോ ഇഷ്താറിൻ്റെ വാമ്പയേഴ്സായിട്ടോ ആയിരിക്കാം ഈ ഒരു സൗബിൻ ഷാഹിറിൻ്റെയും അഹാന കൃഷ്ണയുടെയൊക്കെ കഥാപാത്രം വരാൻ പോകുന്നത്. ആൻഡ് ലോക യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ താല്പര്യമുള്ളത് എന്തെന്നാൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അതൊരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.